ലഭിച്ചിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള, അതായത് കുഴിത്തുറ, അതോടൊപ്പം തന്നെ ഇരണിയൽ, അതിനപ്പുറത്തേക്ക് നാഗർകോവിൽ, ഈ 3 സ്ഥലം കുട്ടി യാത്ര ചെയ്ത് പോയ സ്ഥലമാണ്. ഒരുപക്ഷെ നാഗർകോവിലിനപ്പുറത്തേക്ക് കുട്ടി പോയിട്ടില്ല എന്ന ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വശത്തേക്കും ട്രെയിനുകൾ സഞ്ചരിക്കുന്ന സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോകാനുള്ള സാധ്യത, പക്ഷേ നേരത്തെ അരുൺ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ CCTV വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെയും അങ്ങനെ CCTV ദൃശ്യങ്ങളിൽ അത്തരം ദൃശ്യങ്ങളോ അത് സംബന്ധിച്ച സൂചനകളോ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് മുൻപുള്ള സ്റ്റേഷനുകളിൽ കുട്ടി ഇറങ്ങാനുള്ള സാധ്യത, പ്രത്യേകിച്ച് കുട്ടി ഒരു അരക്ഷിതാവസ്ഥയിലായിരുന്നു എന്നത് നമുക്ക് വ്യക്തമാണ്. ട്രെയിനിനുള്ളിൽ കരയുകയും ഇത് കണ്ട് ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരി ബബിത ചിത്രം പകർത്തുകയുമായിരുന്നു. അതിനർത്ഥം കുട്ടി ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതിൻ്റെ വേദന കുട്ടിയെ അലട്ടുകയോ ചെയ്തിരുന്നു എന്നത് വ്യക്തമാണ്. വളരെ കുറച്ച് തുക മാത്രമാണ്, ഏതാണ്ട് 30 രൂപയോളം മാത്രമാണ് കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പോകാനുള്ളൊരു സാധ്യത അതും വളരെ കുറവാണ്. ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ കുട്ടി ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടായത് മുതൽ വളരെ ഗൗരവത്തോടുകൂടിയാണ് പോലീസ് ഇതിനെ കാണുന്നത്. ഇതിന്റെ 4 ടീമുകളായി പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തിരിഞ്ഞ് അന്വേഷണം നടക്കുകയാണ്. ചില വിവരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇപ്പോൾ ചോദിച്ചപ്പോൾ ഈ കാർഡിന്റെ കാര്യത്തിൽ അവർ എടുത്തിട്ടില്ല. അപ്പൊ അതിനകത്ത് ഇനി നമുക്കൊരു നടപടി വേണ്ടേ? ഇങ്ങനെ കുറെ ആളുകൾ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ എടുക്കാൻ പറഞ്ഞാൽ അവരെടുക്കില്ല, നിർബന്ധിച്ചാൽ അവരെടുക്കില്ല. നമുക്കില്ല ഒരു ഡ്രൈവ് നടത്തേണ്ടതായിട്ടുണ്ട്, അവരെല്ലാവരും അതിൽ അംഗങ്ങളാക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്, പല സ്ഥാപനങ്ങളിലും അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുള്ളതാണ്. അതിഥി തൊഴിലാളികൾക്ക് കാർഡുണ്ടെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങളുള്ളതാണ്. പക്ഷെ അവർക്ക് അതിന്റെ ഗൗരവം ഉണ്ടാവുന്നില്ല. അവർ ഈ കൊണ്ടുവരുന്ന ഇടനിലക്കാരനുണ്ട്, കരാറുകാരൻ, അവർ പറയുന്നത് ഇവർ കേൾക്കുന്നുണ്ട്, നമ്മൾ പറയുന്നത് ഇവർ കേൾക്കില്ല. അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട്. ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ നമുക്കറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുടുംബത്തിൽ കുട്ടികളും അമ്മയും തമ്മിൽ നടന്നിരുന്ന ചെറിയൊരു പ്രശ്നമാണ്. ആ കുട്ടി പെട്ടെന്ന് വികാരം കൊണ്ടുകൊണ്ട് പോയതാണ്. പോലീസ് പരമാവധി പരിശ്രമം നടത്തുന്നുണ്ട്. ഉയർന്ന ഓഫീസേഴ്സ് എല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരു പരിമിതിയുള്ളത് ഈ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര സഹായം കിട്ടുന്നുണ്ടോ? അതോ നമുക്ക് ഇനി ഉന്നതങ്ങളിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തേണ്ടി വരുമോ? അല്ല, കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭിപ്രായം വന്നിട്ടില്ല. ഇവിടുത്തെ കേരളത്തിലെ IPS ഓഫീസേഴ്സ് തമിഴ്നാട് IPS ഓഫീസറുമായി ബന്ധപ്പെട്ട് വളരെ അവര് തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരിതിനകത്ത് സജീവമായിട്ട് ഇടപെടുന്നുവെന്നാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നോക്കാം. മന്ത്രി വി ശിവൻകുട്ടിയാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇന്നലെ തമ്പാനൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ കുട്ടിയെ കണ്ടുവന്ന് ട്രെയിൻ യാത്രക്കാരിയായ വിദ്യാർത്ഥിനിയാണ് പോലീസിനെ അറിയിച്ചത്. ട്രെയിനിലിരുന്ന് ഇവർ കരയുന്നത് കണ്ട് ഇവർ കുട്ടിയുടെ ചിത്രം പകർത്തുകയായിരുന്നു. ചിത്രത്തിലുള്ളത് തസ്മിത് തന്നെയാണെന്ന് പിന്നീട് പിതാവ് അൻവർ ഹുസൈൻ തിരിച്ചറിഞ്ഞു. ഇതാണ് കേസിൽ വഴിത്തിരിവായത്. നമുക്ക് ആ യാത്രക്കാരിയായിരുന്ന ബബിത അവരുടെ വാക്കുകളിലേക്ക് പോകാം.